അന്ധനെ സുഖപ്പെടുത്തുവാൻ യേശു ചെയ്തത് നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി കണ്ണുകളിൽ പൂശി ശിലോക കുളത്തിൽ കഴുകുക എന്നു പറഞ്ഞു. യേശു പറഞ്ഞതുപോലെ അന്ധൻ ചെയ്തു, കാഴ്ച തിരിച്ചു കിട്ടി. ശിലോക എന്ന വാക്കിന് അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. കണ്ണിൽ തൊട്ട് കാഴ്ചയുണ്ടാകട്ടെ എന്നു പറഞ്ഞാലും അന്ധന് കാഴ്ച കിട്ടുമായിരുന്നു. യേശു അത് ചെയ്തില്ല. നാഥാൻ പ്രവാചകൻ കുഷ്ഠരോഗിയോട് പറഞ്ഞു, 7 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി താഴുവാൻ. കുഷ്ഠരോഗി 2-3 പ്രാവശ്യം മുങ്ങി താന്നിട്ടും നിറം മാറിയില്ല. 7ാമത്തെ പ്രാവശ്യം മുങ്ങി താന്നപ്പോൾ അവൻ്റെ കുഷ്ഠരോഗം മാറി സാധാരണ നിലയിലായി. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങളിലും ഇടപെടാൻ അവിടത്തേക്ക് ഓരോ സമയമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും അതുതന്നെ. ചില ആവശ്യങ്ങൾ നമുക്ക് ഉപവാസം നല്ലതായിട്ട് വരുന്നു. മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലുന്നു. അങ്ങനെ പലതും നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കണം. ചില സമയങ്ങളിൽ ഉച്ചത്തിൽ സ്തുതിക്കണം. ചില സന്ദർഭങ്ങളിൽ മനസ്സിൽ സ്തുതിച്ചാലും മതി. ഇതെല്ലാം ചിലവർ പറയുമ്പോൾ കളിയാക്കും, പ്രാർത്ഥന മനസ്സിൽ ചെയ്താൽ പോരെന്ന്. അങ്ങനെയാണെങ്കിൽ യേശു എന്തിനാണ് നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി കണ്ണിൽ പൂശിയത്, ശിലോക കുളത്തിൽ കഴുകണം എന്ന് പറഞ്ഞത്? അവിടുത്തെ ദിവ്യനാഥൻ്റെ കൈകൾ അവൻ്റെ കണ്ണുകളിൽ തൊട്ടാൽ അവൻ കാഴ്ച കിട്ടും അവന്. കർത്താവ് അത് ചെയ്തില്ല. നമുക്കും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ അവിടത്തേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് കുഷ്ഠരോഗി പറഞ്ഞതുപോലെ അവിടത്തേക്ക് ഇഷ്ടമാകുമ്പോൾ എന്നെ സുഖപ്പെടുത്തുവാൻ മനസ്സ് വരുന്നതുവരെ ഞാൻ അങ്ങയെ കാത്തിരിക്കും എന്ന ധൈര്യത്തോടെ മനോവിശ്വാസത്തോടെ അവിടത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.